പോയിടാം, വൈകാതെ പോയിടാം, ശുദ്ധരെ പാർത്തിടുവാൻ. നിത്യം സ്വർലോകെ പാർത്തിടുവാൻ. സമ്മാനം വാങ്ങിയിടാം നാഥന്റെ കൈകളാൽ കൂടെന്ന് വാണിടുവാൻ. സമ്മാനം വാങ്ങിയിടാം നാഥന്റെ കൈകളാൽ കൂടെന്ന് വാണിടുവാൻ. നമ്മൾ കൂടെന്ന് വാണിടുവാൻ. എല്ലാരും പോകണം, എല്ലാരും പോകണം ഈ മണ്ണാകും മായ വിട്ട്. വെറും മണ്ണാകും, വെറും മണ്ണാകും മായ വിട്ട്. നാം ഒന്നു ചിന്തിക്കിൽ നാശപുരിയുടെ തീയാണ് കാണുന്നത്. നാം ഒന്നു ചിന്തിക്കിൽ നാശപുരിയുടെ തീയാണ് കാണുന്നത്. കൊടും തീയാണ് കാണുന്നത്. ദൈവത്തിന്റെ തന്നെ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വേദിയിലായിരിക്കുന്ന ദേവദാസൻ, എന്റെ മുമ്പിലായിരിക്കുന്ന ദൈവമക്കൾക്കും വേഗം വരുന്ന യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. അല്പനേരത്തെ ചിന്തയ്ക്ക് ആധാരമായ ഒരു വേദഭാഗം വായിക്കാം. ലൂക്കോസ് 19:10. കാണാതെ പോയതിനെ തെരഞ്ഞു രക്ഷിപ്പാനല്ല മനുഷ്യപുത്രൻ വന്നത്. യേശുക്രിസ്തു എന്തിനു വേണ്ടി ലോകത്തിൽ വന്നു? 1 യോഹന്നാൻ 3:8. പാപം ചെയ്യുന്നവൻ പിശാചിന്റെ മകനാകുന്നു. പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ തന്നെ ദൈവപുത്രൻ പ്രത്യക്ഷനായി. 1. പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ. ലൂക്കോസ് 13:10 നമ്മൾ വായിക്കുമ്പോൾ അവിടെ 18 വർഷമായി രോഗാത്മാവ് ബാധിച്ച് ഒട്ടും നിവരുവാൻ കഴിയാത്ത കൂനിയായ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. എന്നാൽ യേശു അവളെ കണ്ടു, അടുക്കൽ വിളിച്ചു. കഴിഞ്ഞ 18 വർഷമായി സാത്താൻ ബന്ധിച്ചിരുന്ന രോഗബന്ധനത്തെ യേശു അഴിച്ചു. ആർക്കും അഴിക്കാൻ കഴിയാത്ത രോഗബന്ധനത്തെ യേശു അഴിച്ചു. ദൈവത്തിന് ഒരു കാര്യം അസാധ്യമല്ല. എത്ര വലിയ പ്രശ്നത്തെയും മാറ്റിത്തരുവാൻ ദൈവം ശക്തനാണ്. നാം വിശ്വാസത്തോടെ യേശുവിന്റെ അടുക്കൽ പോയാൽ മതി. 2. സമാധാനം. യോഹന്നാൻ 14:27. സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. അത് ലോകം തരുന്നത് പോലെയല്ല. നാം ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ ഏറ്റവും അത്യാവശ്യമായ ഒന്നാണ് സമാധാനം. എല്ലാം ഉണ്ടെങ്കിലും സമാധാനമില്ലെങ്കിൽ നമ്മുടെ ജീവിതം ശൂന്യമാണ്. ലോകം തരുന്ന സമാധാനം നിലനിൽക്കില്ല, ദൈവം തരുന്ന സമാധാനം നിലനിൽക്കും. ആ ദൈവിക സമാധാനം ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതം അർത്ഥവത്തായി തീരും. ഇതെവിടെ നിന്ന് കിട്ടും? മാർക്കറ്റുകളിൽ നിന്നോ കടകളിൽ നിന്നോ അത് വാങ്ങാൻ കിട്ടില്ല. ഇതിന്റെ യഥാർത്ഥ ഉറവിടമെന്ന് പറയുന്നത് ദൈവമാണ്. ദൈവത്തിന് മാത്രമേ സമാധാനം നൽകുവാൻ കഴിയുകയുള്ളൂ. യെശയ്യാവ് 9:6. നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവന്റെ തോളിലിരിക്കും. അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന് വിളിക്കപ്പെടും. അതേ പ്രിയരെ, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും സമാധാനമില്ലാതെ ഇത് കേട്ടോണ്ടിരിക്കുന്നെങ്കിൽ ദൈവം നിങ്ങൾക്ക് സമാധാനം തരും. 3. ജീവൻ തരുവാൻ, സമൃദ്ധിയായി തരുവാൻ. യോഹന്നാൻ 10:10. മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനും അല്ലാതെ കള്ളൻ വരുന്നില്ല. അവർക്ക് ജീവനുണ്ടാകുവാനും സമൃദ്ധിയായി ഉണ്ടാകുവാനും അത്ര ഞാൻ വന്നത്. പിശാച് വന്നത് ജീവൻ തരുവാനല്ല, ജീവൻ എടുക്കുവാനാണ്. എന്നാൽ ഇന്നേക്ക് 2023 വർഷങ്ങൾക്ക് മുമ്പ് കർത്താവ് യേശുക്രിസ്തു ലോകത്തിൽ വന്നത് ജീവൻ തരുവാനാണ്. യേശുക്രിസ്തു ഈ ലോകത്തിലായിരുന്നപ്പോൾ അനേകം മരിച്ചവരെ അർപ്പിച്ചു. മരിച്ചു നാറ്റം വെച്ച് 4 നാളായി ലാസറിനെ വരെ ജീവനോടെ പുറത്തെടുത്തു. യേശു ആരുടെയും ജീവൻ എടുത്തതായി കാണുവാൻ കഴിയുന്നില്ല. എന്നാൽ ജീവന് വേണ്ടി അപേക്ഷിച്ചവർക്ക് യേശു ജീവൻ നൽകി അനുഗ്രഹിച്ചു. ഈ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കാൻ ശക്തനാണ്. ഇതുവരെ എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന എല്ലാ നല്ലവരായ നാട്ടുകാർക്കും എന്റെ സ്നേഹവന്ദനം അറിയിച്ചു. ശ്രവണസീമയ്ക്കുള്ളിൽ അടുത്തും അകലെയുമായി ഞങ്ങളെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ഈ നാട്ടിലെ എല്ലാ നല്ലവരായ നാട്ടുകാർക്കും ഞങ്ങളുടെ ഹൃദയത്തിന്റെ ഭാഷയുള്ള സ്നേഹവും വന്ദനവും പ്രാരംഭമായി അറിയിക്കുന്നു. എവരി വീക്ക് ഓപ്പൺ എയർ മീറ്റിംഗിന്റെ ആഭിമുഖ്യത്തിൽ നടത്തി വരുന്ന ഈ സുവിശേഷ പ്രവർത്തനമാണ് ഈ പ്രദേശത്ത് വന്നെത്തിയിരിക്കുന്നത്. ശ്രുതിമധുരമായ നല്ല ഗാനവും ഒരു കൊച്ചു സന്ദേശവും നമുക്ക് കേൾക്കാനിടയായി. തുടർന്ന് ഒരല്പസമയം കൂടെ നിങ്ങളുടെ വിലയേറിയ ശ്രദ്ധയെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ലോകം അതിന്റെ അന്ത്യത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. മനുഷ്യന് സമാധാനം ഒട്ടുമില്ലാത്ത ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നു. ദൈവത്തിന്റെ സ്വന്തം നാടെന്ന പരനാമത്തിൽ അറിയപ്പെടുന്ന കേരളം ഇന്ന് പിശാചിന്റെ നാടായി മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതായിരിക്കുന്നു.
ഒരു കാലത്ത് കള്ളവും കപടവും ഇല്ലാതിരുന്ന സമാധാനവും സന്തോഷവും നിറമാടിക്കൊണ്ടിരുന്ന നമ്മുടെ കേരളം ഇന്ന് വല്ലാത്തൊരവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. ഓരോ ദിവസത്തെ വർത്തമാന പത്രങ്ങൾ നമ്മൾ എടുത്തു വായിക്കുമ്പോൾ നമുക്ക് തന്നെ വിശ്വസിക്കാൻ കഴിയാത്ത സംഭവ വികാസങ്ങൾ ഓരോ ദിവസവും നമ്മുടെ കണ്ണിന്റെ മുമ്പിൽ വന്നെത്തുകയാണ്. സംഭവങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു ലോകത്താണല്ലോ നമ്മൾ എത്തിയിരിക്കുന്നത്. കരിഞ്ചന്തയും കള്ളക്കടത്തും കൊലപാതകവും പീഡനവും ഒക്കെ കൊണ്ട് നിറയപ്പെട്ട ഒരിടമായി നമ്മുടെ കേരളം മാറിയിരിക്കുന്നു. അല്പ കാശിന് വേണ്ടി, അല്പ വസ്തുവിന് വേണ്ടി, അല്പ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി കൂടപ്പിറപ്പുകളെ ഇറച്ചിക്കട്ടയിൽ വെച്ച് കൊത്തുകി നുറുക്കുന്നത് പോലുള്ള അനുഭവങ്ങൾ നമ്മൾ കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. സ്വന്തം ഭാര്യയെ വഞ്ചിച്ച് അന്യന്റെ ഭാര്യയുടെ പുറകെ പോകുന്നവൻ, സ്വന്തം മക്കളെ തറക്കല്ലിൽ അടിച്ചു കൊല്ലുന്ന സംഭവങ്ങൾ, കാമുകന്റെ സ്നേഹത്തിനു വേണ്ടി പിഞ്ചു കുഞ്ഞിനെ കടൽഭിത്തിയിൽ വലിച്ചടിച്ചു കൊല്ലുന്ന സംഭവങ്ങൾ, എന്തിനേറെ നമ്മുടെ നീചവും നികൃഷ്ടവുമായ സംഭവങ്ങൾ ഓരോ ദിവസവും നമ്മുടെ കണ്ണിന്റെ മുമ്പിൽ നടമാടിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ചിന്തിക്കാൻ കഴിയാത്ത, നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത സംഭവങ്ങളാണ് ഓരോ ദിവസവും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കേരളം എങ്ങോട്ടാണ്? കേരളത്തിലെ ജനതകൾ എങ്ങോട്ടാണ്? ദൈവത്തിന്റെ സ്വന്തം നാടെന്ന അപരനാമത്തിൽ ഒരു കാലത്ത് ഒരു സമയത്ത് അറിയപ്പെട്ടിരുന്നു. ലോകം മൊത്തം ബഹുമാനിക്കുകയും മലയാളി എന്ന് പറഞ്ഞാൽ, കേരളം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിന്റെ അന്തരംഗം വല്ലാതെ തിളയ്ക്കുന്നൊരു കാലമുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് ആ അവസ്ഥകളൊക്കെ മാറി പിശാചിന്റെ നാടായി മാറിക്കൊണ്ടിരിക്കുന്നു. കള്ളും കഞ്ചാവും ലഹരിയും ഒക്കെ കൊണ്ട് നിറയപ്പെട്ടിരിക്കുന്നു. മനുഷ്യൻ സ്വസ്നേഹികളായി മാറിക്കൊണ്ടിരിക്കുന്നു. അമ്മയപ്പന്മാരെ ബഹുമാനിക്കാത്ത ഒരു തലമുറ നമ്മുടെ കണ്ണിന്റെ മുമ്പിൽ വളർന്നുകൊണ്ടിരിക്കുന്നു. സ്നേഹം ഇല്ലാത്ത ഒരു കാലഘട്ടത്തിലേക്ക് മനുഷ്യൻ എത്തിക്കൊണ്ടിരിക്കുന്നു. ഇനി ഒരു 10-20 വർഷം കൂടെ അങ്ങോട്ട് പോയാൽ കേരളത്തിന്റെ അവസ്ഥ, അല്ലെങ്കിൽ അടുത്ത തലമുറ, അടുത്ത ജനറേഷൻ എന്തായി തീരുമെന്ന് ആർക്കും പറയാൻ പറ്റാത്ത, ആർക്കും പ്രവചിക്കാൻ പറ്റാത്ത ഒരു അനുഭവത്തിലേക്ക് നമ്മുടെ കേരളം നീങ്ങിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നതിൽ എനിക്ക് ദുഃഖമുണ്ട്. മതത്തിനോ രാഷ്ട്രീയ പാർട്ടിക്കാർക്കോ നിയമങ്ങൾക്കോ അതുപോലെ യാതൊരു ആചാര്യന്മാർക്കോ അനുഷ്ഠാനങ്ങൾക്കോ നിയമങ്ങൾക്കോ ഒന്നും കേരളത്തിന്റെ അവസ്ഥയെ മാറ്റിയെടുക്കുവാൻ കഴിയുന്നില്ല. രാഷ്ട്രീയ പാർട്ടിക്കാർ കുറവായതുകൊണ്ടല്ല, രാഷ്ട്രീയ പാർട്ടിക്കാർ കുമ്മിള് പോലെ മുളച്ചുകൊണ്ടിരിക്കുന്നു. ദൈവങ്ങൾ കുറവായതുകൊണ്ടല്ല, നമ്മുടെ ഇന്ത്യയുടെ മുക്കിലും മൂലകളിലും ആൾ ദൈവങ്ങൾ വളർന്നുകൊണ്ടിരിക്കുന്നു. ദൈവങ്ങളുടെ കുറവല്ല, മതത്തിന്റെ കുറവല്ല, രാഷ്ട്രീയ പാർട്ടിക്കാരുടെ കുറവല്ല, നിയമങ്ങളുടെ കുറവല്ല. എല്ലാം അതിൻ്റെതായ തകൃതിയിൽ വളർന്നുകൊണ്ടിരിക്കുമ്പോഴും മനുഷ്യൻ കൂപ്പുകുത്തി പടുകുഴിയിലേക്ക് വീണുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ അവസ്ഥ അങ്ങനെ അങ്ങേയറ്റം കൊണ്ടിരിക്കുന്നു. കുടുംബ കോടതികൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ കുടുംബ തകർച്ചകളും വളർന്നുകൊണ്ടിരിക്കുന്നു. രാഷ്ട്രീയ പാർട്ടിക്കാർ വളർന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പ്രജകൾ, മനുഷ്യർ വല്ലാത്ത അവസ്ഥകളിലായിക്കൊണ്ടിരിക്കുന്നു. എന്തിനേറെ പറയണം, നമ്മുടെ കേരളം ഇന്ന് വല്ലാത്തൊരവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കേരളം ഒരു തരത്തിൽ ലോകത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്നു എന്ന് അഭിമാനിക്കുമ്പോൾ തന്നെ അതിന്റെ നടുവിൽ ജനങ്ങൾ വല്ലാത്ത അസ്വസ്ഥതയിലും വല്ലാത്ത അനുഭവത്തിലും ആയിരിക്കുന്നു. 1947 ഓഗസ്റ്റ് 15 ഇന്ത്യയുടെ ചരിത്രത്തിൽ തങ്കലിപികളാൽ ആലേഖനം ചെയ്യപ്പെട്ട സുവർണ ദിനമെന്ന് നമ്മളെല്ലാം അഭിമാനിക്കുന്നു. കാരണം 300 വർഷത്തിൽ പരം ഇന്ത്യയെ അടിമത്തത്തിലായിരുന്ന ഇടത്തു നിന്ന് നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി ബ്രിട്ടീഷുകാരോട് മുഷ്ടിയുദ്ധം നടത്തി ആ ഒരു സ്വാതന്ത്ര്യം നമുക്ക് നേടിത്തന്നു. നമ്മളെല്ലാവരും എല്ലാ വർഷവും ഓഗസ്റ്റ് 15-ാം തീയതി ആഘോഷിക്കും നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്. പക്ഷേ ഇന്നും മനുഷ്യൻ സ്വാതന്ത്ര്യം കിട്ടാതെ വല്ലാത്തൊരു അനുഭവത്തിലേക്ക്, പാപത്തിലും പൈശാചിക ബന്ധനത്തിലും കുടുംബ തകർച്ചയിലുമൊക്കെ അകപ്പെട്ട് മനുഷ്യൻ ഇന്നും കെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുകയാണ്. സ്വാതന്ത്ര്യം കിട്ടിയെന്ന് അഭിമാനിക്കുമ്പോൾ തന്നെ സ്വാതന്ത്ര്യത്തിൻ്റെതായ പാട്ടുകൾ നമ്മൾ പാടുമ്പോൾ
തന്നെ നമ്മുടെ കുടുംബങ്ങൾ ഇന്നും പൈശാചിക ബന്ധനത്തിലാണ്. എത്രയെത്ര കുടുംബങ്ങൾ ഇന്ന് മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ടിരിക്കുന്നു. എത്രയെത്ര കുടുംബങ്ങൾ ഇന്ന് കള്ളിനും കഞ്ചാവിനും അടിമപ്പെട്ടിരിക്കുന്നു. എത്രയെത്ര കുടുംബങ്ങൾ ഇന്ന് സമൂഹത്ത് തല ഉയർത്താൻ കഴിയാതെ അസമാധാനത്തിലിരിക്കുന്നു. ഒന്ന് മരിച്ചാൽ മതി, എന്തിന് ഈ ജീവിതം, ആർക്കുവേണ്ടി ഈ ജീവിതം, ജീവിച്ചിട്ട് പ്രയോജനമില്ല എന്നൊക്കെ ചിന്തിച്ച് മരണത്തെ കൊതിച്ച് മരിക്കാൻ കാത്ത് മരണത്തിനു വേണ്ടി വെമ്പൽ കൊള്ളുമ്പോൾ അതിന്റെ നടുവിൽ സമാധാനത്തിന്റെ ഒരു സന്ദേശമായി, അതിന്റെ നടുവിൽ സമാധാനത്തിന്റെ ഒരു ദൂതുമായി ഞങ്ങൾ ഇവിടെ കടന്നു വന്നിരിക്കുന്നു. മനുഷ്യന് സമാധാനം തരുന്നത് മദ്യമല്ല, മനുഷ്യന് സമാധാനം തരുന്നത് കഞ്ചാവല്ല, മനുഷ്യന് സമാധാനം തരുന്നത് രാഷ്ട്രീയ പാർട്ടിക്കാരല്ല, മനുഷ്യന് സമാധാനം തരുന്നത് മത നേതാക്കന്മാരല്ല, മനുഷ്യന് സമാധാനം തരുന്നത് സംഘങ്ങളല്ല. മനുഷ്യന് സമാധാനം തരുന്ന ഒന്ന് ഇന്ന് പകൽ ഞങ്ങൾ ഇവിടെ വന്ന് പ്രഖ്യാപിക്കുന്നു. യഥാർത്ഥ സമാധാനം എവിടെ നിന്ന് കിട്ടും, ആരിലൂടെ കിട്ടും? ജനനമെന്ന മൂന്നക്ഷരം കൊണ്ട് ആരംഭിച്ച് മരണമെന്ന മൂന്നക്ഷരത്തിൽ അവസാനിക്കുന്നതല്ല ജീവിതമാകുന്ന യാഥാർത്ഥ്യം. ജീവിതമെന്ന യാഥാർത്ഥ്യം ജനനം കൊണ്ടും മരണം കൊണ്ടും തീരുന്ന ഒന്നല്ല. ജനനം കൊണ്ട് ആരംഭിക്കുന്ന ഒരു മനുഷ്യൻ ജീവിതമെന്ന യാഥാർത്ഥ്യത്തിലൂടെ ജീവിച്ച് മരണമെന്ന മൂന്നക്ഷരത്തിൽ അവസാനിക്കുകയല്ല. അതിനപ്പുറത്ത് നിത്യത എന്ന് പറയുന്ന ഒരു മൂന്നക്ഷരത്തിലൂടെ യാത്ര ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോ നിത്യത എന്ന യാഥാർത്ഥ്യം എന്ന് പറയുന്ന സ്ഥലം ഒന്നീ നിത്യ നരകം അല്ലെങ്കിൽ നിത്യ സ്വർഗം. ഈ രണ്ട് ഇടങ്ങളിൽ ഒരിടത്ത് മനുഷ്യൻ എത്തിപ്പെട്ടേ മതിയാകത്തുള്ളൂ. ഇതിന്റെ ഇടയിലെ ഒരു കൊച്ചു ജീവിതമാണ് മനുഷ്യന്റേതായ തീരുമാനങ്ങൾക്ക് മനുഷ്യന്റെ ജീവിതത്തിൽ അർത്ഥമായി തീരുന്നത്. കൊച്ചു ജീവിതം എന്ന് പറയുമ്പോ ഇവിടെ നമുക്ക് കാണുമ്പോ ഒരു 80, 70, 80 വർഷമാണ് ഒരു മനുഷ്യന്റെ ജീവിതം നമുക്ക് കാണുവാൻ വേണ്ടി കഴിയും. അങ്ങനെ 70, 80 വർഷം ജീവിക്കണമെന്നില്ല. ചിലപ്പോ 10 വർഷമായിരിക്കാം, ചിലപ്പോ 20 വർഷമായിരിക്കാം, ചിലപ്പോ 30 വർഷമായിരിക്കാം, ചിലപ്പോ 40 വർഷമായിരിക്കാം, ചിലപ്പോ 50 വർഷമായിരിക്കാം, ചിലപ്പോ 80 വർഷമായിരിക്കാം. ഈ ജീവിതത്തിന്റെ അകത്ത് വച്ച് ഈ 80 വർഷത്തിനകത്ത് അല്ലെങ്കിൽ 70 വർഷത്തിനകത്ത് അല്ലെങ്കിൽ 50 വർഷത്തിനകത്ത് നമ്മൾ കണ്ടെത്തേണ്ട ഒന്നാണ് സമാധാനം എന്ന് പറയുന്ന യഥാർത്ഥ സമാധാനത്തിന്റെ ദാതാവായ ദൈവത്തെ. സമാധാന ദാതാവായ ദൈവത്തെ ഈ 80 വർഷത്തിനകത്തോ 70 വർഷത്തിനകത്തോ 50 വർഷത്തിനകത്തോ നമ്മൾ കണ്ടുമുട്ടിയില്ലെങ്കിൽ നമ്മുടെ ജീവിതം നിത്യ അസ്വസ്ഥതയിലേക്ക്, നിത്യ ദണ്ഡനത്തിലേക്ക് അല്ലെങ്കിൽ സമാധാനമില്ലാത്ത ഒരിടത്തേക്ക് നമ്മൾ പോയി എത്തും എന്നുള്ളതിൽ രണ്ടു പക്ഷമില്ല. ദൈവമാണ് മനുഷ്യനെ സൃഷ്ടിച്ചതെന്ന് ദൈവത്തിന്റെ വചനത്തിലൂടെ നമുക്ക് കാണുവാൻ വേണ്ടി കഴിയും. നമ്മളെല്ലാം സ്കൂളുകളിൽ പഠിച്ചവരാണ്, പഠിക്കുന്നവരാണ്, നമ്മുടെ കുഞ്ഞുങ്ങളും പഠിക്കുന്നവരാണ്. പഠിച്ചു തുടങ്ങി അന്നു മുതൽ മനുഷ്യന്റെ ഉൽപ്പത്തിയെക്കുറിച്ചും ജീവോൽപ്പത്തിയെക്കുറിച്ചും ഒക്കെ നമ്മൾ ചർച്ച ചെയ്യുന്നു, പഠിക്കുന്നു. ജീവൻ എങ്ങനെ ഉണ്ടായതെന്ന് ശാസ്ത്രവും സയൻസും ഒക്കെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. മനുഷ്യൻ എങ്ങനെ ഉണ്ടായതെന്നൊക്കെ നമ്മുടെ ശാസ്ത്രവും സയൻസും ഒക്കെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും വിശ്വസനീയമല്ല എന്ന് മറ്റൊരു കാര്യത്തിൽ നമ്മൾ ചിന്തിച്ചാൽ മനസ്സിലാകും. നമ്മളൊക്കെ സ്കൂളുകളിൽ പഠിക്കുമ്പോൾ ജീവോൽപ്പത്തിയെക്കുറിച്ചും മനുഷ്യോൽപ്പത്തിയെക്കുറിച്ചും ഒക്കെ ഇവിടത്തേതായ സകലത്തെയും കുറിച്ച് നമ്മൾ ഓരോരോ പഠനങ്ങൾ നടത്തുന്നു, പഠിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷെ ഇന്നും അതിൻ്റെതായ യാഥാർത്ഥ്യം മനുഷ്യന് കൈമാറുവാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ്. എന്നാൽ ഇതിൻ്റെയൊക്കെ യഥാർത്ഥ യാഥാർത്ഥ്യം എന്തെന്ന് നമുക്ക് കിട്ടുന്ന ഒരിടമുണ്ട്. അത് തിരുവഴുത്തായ ആകാശവും ഭൂമിയും മാറിപ്പോയാലും മാറ്റമില്ലാത്ത ദൈവത്തിന്റെ വചനമാണ്. ദൈവത്തിന്റെ വചനത്തിലാണ് ഒരു മനുഷ്യന്റെ സകല ചോദ്യങ്ങൾക്കും മറുപടിയുള്ളത്. ദൈവത്തിന്റെ വചനത്തിലാണ് ഒരു മനുഷ്യന്റെ സകല ചോദ്യോത്തരങ്ങൾ കിട്ടുന്നത്. എങ്ങനെയാണ് മനുഷ്യൻ ഉണ്ടായത്? കുരങ്ങൻ പരിണമിച്ചോ? കുരങ്ങന്റേതായ പരിണാമവാദത്തിലൂടെ ഒന്നുമല്ല എന്ന് നമുക്ക് വ്യക്തമായി കാണാം. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. എന്നിട്ട് സർവശക്തനായ ദൈവം നിലത്തെ പൊടി കൊണ്ട് മനുഷ്യനെ സൃഷ്ടിക്കുവാനിടയായി. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം അതിന്റെ 7-ാം വാക്യം വായിക്കുമ്പോൾ നിലത്തെ പൊടി കൊണ്ട് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന് നമുക്ക് കാണുവാൻ വേണ്ടി കഴിയും. ഉൽപ്പത്തി പുസ്തകം തന്നെ 1-ാം അധ്യായം 27-ാം വാക്യം വായിക്കുമ്പോൾ
ഇങ്ങനെ ദൈവം തന്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന് നമുക്ക് കാണുവാൻ വേണ്ടി കഴിയും. ആ സങ്കീർത്തനങ്ങളുടെ പുസ്തകം 8-ാം അധ്യായം 5-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ ആ ദൈവം ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനവും അണിയിച്ച് ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുവാൻ ഇടയായി തീർന്നു എന്ന് ദൈവത്തിന്റെ വചനത്തിൽ നമുക്ക് കാണുവാൻ വേണ്ടി കഴിയും. അതേ സങ്കീർത്തനങ്ങളുടെ പുസ്തകം 139-ാം അധ്യായം 14-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ അതിശയവും ഭയങ്കരവുമായി ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുവാനിടെ. സ്നേഹിത, ദൈവത്തിന്റെ സൃഷ്ടിയുടെ മണിമകുടമാണ് മനുഷ്യനെ സൃഷ്ടിച്ചത് ദൈവം വ്യത്യസ്തമായിട്ടാണ്. സകലത്തെയും വാക്കുകൊണ്ട് സൃഷ്ടിച്ചപ്പോ വെളിച്ചമുണ്ടാകട്ടെ എന്നാണ് ആദ്യം ദൈവം കൽപ്പിച്ചത്. ഈ ഭൂമി മൊത്തം ഇരുട്ടിലായിരുന്നു, ഈ ഭൂമി മൊത്തം ഇരുണ്ട അവസ്ഥയിലായിരുന്നു, വെളിച്ചം ഒട്ടുമില്ലാത്ത അവസ്ഥയിലായിരുന്നു. എന്നാൽ സർവശക്തനായ ദൈവം കൽപ്പിച്ചു വെളിച്ചമുണ്ടാകട്ടെ. ആ ഒറ്റ വാക്കിന്റെ മുമ്പിൽ ഇന്ന് നമുക്ക് കാണുവാൻ കഴിയുന്ന മനോഹരമായ വെളിച്ചം കാണുവാൻ ഇടയായി. ഇരുട്ടിനെ ദൈവം കൽപ്പിച്ചില്ല, ഇരുട്ട് ദൈവം ഉണ്ടാക്കിയില്ല. ഒരു വെളിച്ചം നഷ്ടപ്പെടുമ്പോ, വെളിച്ചം മാറിപ്പോകുമ്പോ ഓട്ടോമാറ്റിക്കായി ഇരുട്ട് നമ്മുടെ നാട്ടിലേക്ക് വരുന്നത് പോലെയാണ് സാത്താന്യ ശക്തികൾ. ദൈവത്തിന്റെ സാന്നിധ്യം നഷ്ടപ്പെടുമ്പോ അവിടെ ഓടിക്കൂടുന്ന ഒരു അനുഭവമുണ്ട്. അപ്പോൾ സ്വർഗത്തിലെ ദൈവം ലോകത്താദ്യം കൽപ്പിച്ച ഒന്ന് വെളിച്ചമാണ്. അതേ, ഇരുട്ടടയിൽ കിടക്കുന്ന, കുടുംബ തകർച്ചയിൽ കിടക്കുന്ന, സമാധാനമില്ലാതെ കിടക്കുന്ന, സന്തോഷമില്ലാതെ കിടക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ സർവശക്തനായ ദൈവം ഇന്ന് പകൽ ഒരു കാര്യം കൽപ്പിക്കുന്നു. വെളിച്ചമാകുന്ന ദൈവം നിങ്ങളുടെ വീട്ടിൽ വന്നാൽ, വെളിച്ചമാകുന്ന ദൈവം നിങ്ങളുടെ ജീവിതം ഏറ്റെടുത്താൽ, വെളിച്ചമാകുന്ന ദൈവം നിങ്ങളുടെ കുഞ്ഞിന്റെ ഭാവി ഏറ്റെടുത്താൽ, നിശ്ചയമായും ഇരുട്ടടയിൽ നിന്ന്, ഇരുണ്ട അവസ്ഥയിൽ നിന്ന് ഒരു വെളിച്ചമാകുന്ന അനുഭവം നിങ്ങളുടെ വീട്ടിലേക്ക് വെളിപ്പെടും. ലോകത്തിന്റെ വെളിച്ചമായ യേശു ക്രിസ്തു സാക്ഷാൽ കർത്താവ് വിളിച്ചു പറയുന്നു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു, ഞാൻ ജീവന്റെ അപ്പമാകുന്നു, ഞാൻ വാതിലാകുന്നു, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. യേശു ക്രിസ്തു ലോകത്തോട് വിളിച്ചു പറയുകയാണ്. അതെ, ഇന്നോ പകൽ ഞങ്ങൾ ഈ ദേശത്ത് കടന്നു വന്നത് വഴിയറിയാതെ, ജീവനേതെന്നറിയാതെ, സത്യം എന്തെന്നറിയാതെ അലഞ്ഞു തിരിയുന്ന നിങ്ങളുടെ ജീവിതത്തിൽ സാക്ഷാൽ സത്യമായ, സാക്ഷാൽ ജീവനായ, സാക്ഷാൽ വഴിയായ ദൈവം ഇന്ന് പകൽ നിങ്ങൾക്കൊരു വഴികാട്ടിയായി വരികയാ. സ്വർഗത്തിലെ ദൈവം ആദ്യമായി ഭൂമിയിൽ കൽപ്പിച്ചത് വെളിച്ചമാണ്. വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. അങ്ങനെ സ്ഥാപിതമായി സംഭവിച്ചു. അതേ വാക്കിൽ സകലതും സൃഷ്ടിച്ചു, വെളിച്ചത്തെ സൃഷ്ടിച്ചു. ഈ സർവചരാചരങ്ങളെ വാക്കുകൊണ്ട് സൃഷ്ടിച്ചു, മൃഗങ്ങളെ വാക്കുകൊണ്ട് സൃഷ്ടിച്ചു, പർവ്വജാലങ്ങളെ വാക്കുകൊണ്ട് സൃഷ്ടിച്ചു, മത്സ്യങ്ങളെ വാക്കുകൊണ്ട് സൃഷ്ടിച്ചു, ഇഴജന്തുക്കളെ വാക്കുകൾ കൊണ്ട് സൃഷ്ടിച്ചു. കർത്താവ് ദൈവം വാക്കുകൾ കൊണ്ട് സൃഷ്ടിച്ചതെല്ലാം അത് സ്ഥാപിതമായി ഉണ്ടായപ്പോ, മനുഷ്യന്റെ കാര്യത്തിൽ വന്നപ്പോ മനുഷ്യൻ ഉണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചെങ്കിൽ അത് ഉണ്ടാകുമായിരുന്നു. കാരണം ഈ സർവചരാചരങ്ങളെ, പ്രപഞ്ചത്തെ പടച്ചവന് മനുഷ്യനെ സൃഷ്ടിക്കുവാൻ ബുദ്ധിമുട്ടില്ല. ഈ കാണുന്ന സർവചരാചരങ്ങളെ, ഈ പ്രപഞ്ച സത്യങ്ങളെ എല്ലാം സൃഷ്ടിച്ച, വാക്കുകൊണ്ട് സൃഷ്ടിച്ച ദൈവം, വാക്കുകൊണ്ടല്ല ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. ദൈവത്തിന്റെ വചനം പറയുന്നത് ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 7-ാം വാക്യത്തിൽ ഇപ്രകാരം വിളിച്ചു പറയുന്നു, നിലത്തെ പൊടി കൊണ്ട് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു എന്നാണ്. നിലത്തെ പൊടി കൊണ്ട് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് എങ്ങനെയാ? 1:27 തന്റെ സ്വരൂപത്തിലും സാദൃശ്യപ്രകാരം, ദൈവത്തിന്റെ സാദൃശ്യപ്രകാരം, ദൈവത്തിന്റെ സ്വരൂപപ്രകാരം ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുവാനിടയായി. അതേ സ്നേഹിത, എന്നെ കേൾക്കുന്ന യുക്തിയുള്ള, ബുദ്ധിയുള്ള സ്നേഹിതനോട് ഒരു കാര്യം ഞാൻ പറയാ. നാം സേവിക്കുന്ന ദൈവം, നമ്മളെ ഉണ്ടാക്കിയ ദൈവം, നമ്മൾ ആരാധിക്കുന്ന ദൈവം എങ്ങനെയായിരിക്കണോ? അത് നമ്മളെ സൃഷ്ടിച്ച സർവശക്തനായ ദൈവത്തിന്റെ സാദൃശ്യപ്രകാരം, സ്വരൂപപ്രകാരം ആയിരിക്കണമെന്ന് ദൈവത്തിനൊരു നിർബന്ധമുണ്ട്. ഇന്ന് മനുഷ്യര് ആരാധിക്കുന്നതെല്ലാം ഏതൊക്കെ അവസ്ഥകളാണ്? നമ്മുടെ ഇന്ത്യയിൽ തന്നെ നമ്മൾ അങ്ങോളം ഇങ്ങോളം, ഞാൻ ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ യാത്ര ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. പലയിടങ്ങളിലും പലതിനെയും ആരാധിക്കുന്നത് കാണുവാനും
പലതും മനസ്സിലാക്കുവാനും ഇടയായി തീർന്നിട്ടുണ്ട്. പക്ഷികളെ ആരാധിക്കുന്ന ജനമുണ്ട്, മൃഗങ്ങളെ ആരാധിക്കുന്ന ജനമുണ്ട്, ഇഴജന്തുക്കളെ ആരാധിക്കുന്ന ജനമുണ്ട്, മയിൽക്കുറ്റികളെയും മൃഗങ്ങളെയും ആരാധിക്കുന്ന ജനമുണ്ട്, പലതിനെയും എവിടെ എന്തൊക്കെ കാണുന്നോ പ്രകൃതി ശക്തികളെ ആരാധിക്കുന്ന ജനമുണ്ട്, എന്തിനേറെ സൂര്യനെ വരെയും ആരാധിക്കുന്ന ജനം നമ്മുടെ ഈ മലയാള മണ്ണിലുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. നമ്മൾ ആരാധിക്കേണ്ടത് ദൈവത്തിന്റെ സൃഷ്ടികളെയല്ല, ബാക്കിയെല്ലാം ദൈവത്തിന്റെ സൃഷ്ടികളായിരിക്കുമ്പോ സാക്ഷാൽ സർവശക്തനായ ദൈവത്തെ ആരാധിക്കുവാൻ മനുഷ്യൻ മറന്നുപോകുകയാണ്. ബാക്കിയെല്ലാം ദൈവത്തിന്റെ സൃഷ്ടികളാണ്. അപ്പോ ദൈവം മനുഷ്യനെ അതിശയവും ഭയങ്കരവുമായി സൃഷ്ടിച്ചു എന്ന് തിരുവഴുത്ത് വ്യക്തമായി പറയുന്നു. സഭാപ്രസംഗി 7-ാം അധ്യായം 29-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ വേണ്ടി കഴിയുന്നു, ഒരു കാര്യം മാത്രം ഞാൻ കണ്ടിരിക്കുന്നു, ദൈവം മനുഷ്യനെ നേരുള്ളവനായി സൃഷ്ടിച്ചു, അവരോ അനേകം സൂത്രങ്ങളെ അന്വേഷിച്ചു വരുന്നു. ദൈവത്തിന് തെറ്റുപറ്റിയില്ല സ്നേഹിത. ദൈവം വീരപ്പന്മാരായിട്ടോ കൂടത്തായിലെ ജോളിമാരെ പോലെയോ ആരെയും സൃഷ്ടിച്ചിട്ടില്ല. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് നേരുള്ളവനായിട്ടാണ്. നിലത്തെ പൊടിയെടുത്ത് ദൈവത്തിന്റെ സാദൃശ്യപ്രകാരം സ്വരൂപപ്രകാരം ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. സാദൃശ്യപ്രകാരം സ്വരൂപപ്രകാരം എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ സ്നേഹത്തിൽ, ദൈവത്തിന്റെ കരുണയിൽ, ദൈവത്തിന്റെ ദയയിൽ, ദൈവത്തിന്റെ കൃപയിൽ, ദൈവത്തിന്റെ സാദൃശ്യപ്രകാരം ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുവാനിടയായി. സ്നേഹവാനായി ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു, ക്ഷമാശീലനായി ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു, കരുണയുള്ളവനായി ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. പക്ഷേ അവൻ പാപത്തിൽ പിറന്നതുകൊണ്ട്, അവന്റെ അപ്പൻ അമ്മ പാപിയായി തീർന്നതുകൊണ്ട്, ആ പാപത്തിന്റെ രക്തം അവന്റെ ശരീരത്തിൽ ഉള്ളത് കൊണ്ട് അവൻ ജന്മനെ പാപിയായി തീരുവാനിടയായി തീർന്നു. എവിടെയാ ഇത് സംഭവിച്ചത്? നേരുള്ളവനായി ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച് ഏദൻ പൂങ്കാവനം എന്ന് പറയുന്ന ഒരു മനോഹരമായ തോട്ടത്തിൽ അവനെ ആക്കി. അവന് കഴിക്കുവാനുള്ള ഭക്ഷണങ്ങളെല്ലാം അല്ലെങ്കിൽ ഫ്രൂട്ട്സുകളെല്ലാം അതിനകത്ത് ദൈവം ഉണ്ടാക്കി കൊടുത്തു. പാർക്കുവാൻ നല്ല പാർപ്പിടവും ദൈവം കൊടുത്തു. അങ്ങനെ സന്തോഷമായി ജീവിക്കുമ്പോ, കുടുംബമായി ജീവിക്കുമ്പോ അവന്റെ അരികിൽ ഒരു തിന്മയുടെ ശക്തി പാമ്പിന്റെ രൂപത്തിൽ കടന്നു വരുവാനിടയായി. അവനോട് ചോദിക്കുകയാണ്, ദൈവം നിങ്ങളോട് എന്താ കൽപ്പിച്ചിട്ടുള്ളത്? ഈ തോട്ടത്തിലെ സകല വൃക്ഷങ്ങളുടെ ഫലം നിങ്ങൾക്ക് തിന്നാമെന്ന് പറഞ്ഞിട്ടുണ്ടോ? അപ്പോ മനുഷ്യൻ പാമ്പുമായി സംസാരിക്കുകയാണ്. മനുഷ്യൻ പറയുകയാ, തിന്നാം, പക്ഷെ ഒന്നു മാത്രം തിന്നരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ തോട്ടത്തിന്റെ നടുവിൽ നിൽക്കുന്ന വൃക്ഷത്തിന്റെ ഫലം, അത് നന്മ തിന്മകളെ കുറിച്ചുള്ള വൃക്ഷത്തിന്റെ ഫലമായതുകൊണ്ട് അത് തിന്നരുതെന്ന് ദൈവം കൽപ്പിച്ചു. അപ്പോ സാത്താൻ മനുഷ്യനോട് പറയുക, അത് ദൈവം ചുമ്മാ പറഞ്ഞതാണ്, വെറുതെ പറഞ്ഞതാണ്, ആ ഫലം കാണാൻ ഭംഗിയുള്ളതാണെന്ന് കണ്ട് മനുഷ്യനെ പ്രലോഭിപ്പിക്കുവാനിടയായി. ഇത് കഴിച്ചാൽ നിങ്ങൾ ദൈവത്തെ പോലെയാകുമെന്നും, ഇത് കഴിച്ചാൽ നിങ്ങളുടെ കണ്ണു തുറക്കുമെന്നും ഒക്കെ കബളിപ്പിച്ച് കള്ളം പറഞ്ഞ് മനുഷ്യനെ തെറ്റിദ്ധരിപ്പിച്ച പഴം പറിച്ച് കഴിക്കുവാനിടയായി. എങ്ങനെയാ മനുഷ്യനിൽ പാപം പ്രവേശിച്ചത്? തിന്നരുത് എന്ന് പറഞ്ഞ വൃക്ഷത്തിന്റെ ഫലം, ചെയ്യരുത് എന്ന് പറഞ്ഞ കാര്യം ചെയ്തപ്പോൾ മനുഷ്യൻ അവിടെ പാപം ചെയ്തു. മനുഷ്യനിൽ അവിടെ പാപം പ്രവേശിച്ചു. അതേ സ്നേഹിത, ദൈവം നമ്മളോട് പറഞ്ഞ കാര്യത്തിന്റെ അപ്പുറം നമ്മൾ കയറി ചെയ്യുമ്പോൾ, ദൈവം നമ്മളോട് പറഞ്ഞ കാര്യത്തിന്റെ അപ്പുറം നമ്മൾ ചെയ്തു തുടങ്ങുമ്പോൾ നമ്മളിൽ പാപം പ്രവേശിക്കുകയാണ്. നമ്മൾ പാപികളായി തീരുകയാണ്. നമ്മൾ പാപത്തിൽ വീഴുകയാണ്. ദൈവം പറഞ്ഞതിന്റെ അപ്പുറം കയറി മനുഷ്യൻ ചെയ്തപ്പോൾ അവനിൽ പാപം പ്രവേശിച്ചു. അവൻ നഗ്നനെന്ന് അവന് മനസ്സിലായി. അവന്റെ കണ്ണ് ഓപ്പണായി. അവന് ദൈവത്തെ കുറിച്ചുള്ള ഒരു ഉത്ബോധമുണ്ടായി. അവൻ തന്നെത്താൻ പാപിയാണെന്ന് അവന് ബോധ്യപ്പെട്ടു. അങ്ങനെ അവൻ ദൈവത്തിൽ നിന്ന് അകലാൻ തുടങ്ങി. എന്നും വൈകിയ സമയത്ത് വെയിലാറുമ്പോ സ്വർഗത്തിലെ ദൈവം തന്റെ മക്കളാകുന്ന ആദാമിനെയും ഹവ്വയെയും കാണുവാൻ വേണ്ടി തോട്ടത്തിന്റെ നടുവിലേക്ക് ഇറങ്ങി വരും. ആ ശബ്ദം കേട്ട് ആ മനുഷ്യൻ രണ്ടുപേരും ദൈവത്തിന്റെ അരികിലേക്ക് നടന്നുപോയി സന്തോഷിക്കുക പതിവായിരുന്നു. പക്ഷെ അന്നൊരു ദിവസമായപ്പോ ദൈവം ഇറങ്ങി വരുന്ന ഒച്ച കേട്ട് അവര് ദൈവത്തിൽ നിന്ന് അകലുകയാണ്. അവർ ദൈവത്തിൽ നിന്ന് മാറിപ്പോകുകയാണ്. ദൈവം ചോദിക്കുന്നു, മനുഷ്യ നീ എവിടെ? അതെ, ഇന്നും ദൈവം വിളിച്ചു ചോദിക്കുക, മനുഷ്യ നീ എവിടെ?
മനുഷ്യനോട് ദൈവം ചോദിക്കുന്നു, നീ എവിടെ? നഷ്ടപ്പെട്ടു പോയ അന്ന് അവിടെ നഷ്ടപ്പെട്ടു പോയ മനുഷ്യനെ ഇന്നും ദൈവം ചോദിക്കുന്നു, നീ എവിടെ? ഇന്ന് പകൽ നിന്നെ സ്നേഹിക്കുന്ന ഒരു ശബ്ദമുണ്ട് കേട്ടോ. അപ്പന് നിന്നെ വേണ്ടെങ്കിൽ, അമ്മയ്ക്ക് നിന്നെ വേണ്ടെങ്കിൽ, കുടുംബക്കാർക്ക് നിന്നെ വേണ്ടെങ്കിൽ, ബന്ധുജനത്തിന് നിന്നെ വേണ്ടെങ്കിൽ, മതത്തിന് നിന്നെ വേണ്ടെങ്കിൽ, പള്ളിക്കാർക്ക് നിന്നെ വേണ്ടെങ്കിൽ, കമ്മിറ്റിക്കാർക്ക് നിന്നെ വേണ്ടെങ്കിൽ, ഇന്ന് പകൽക്കാലം നിന്നെ അന്വേഷിക്കുന്ന ഒരു സ്വർഗീയ ശബ്ദമുണ്ട്. ആർക്കും വേണ്ടാതെ ഇനി മരിച്ചാൽ മതി, ജീവിതം അവസാനിപ്പിച്ചാൽ മതി, ജീവിതം വേണ്ട എന്ന് പറഞ്ഞ് ജീവിതം മടുത്ത് മരണത്തോട് മല്ലടിച്ച് ജീവിതം തകർന്നിരിക്കുന്ന ആരെങ്കിലും ഈ ശബ്ദം കേൾക്കുന്നെങ്കിൽ, സ്നേഹിത, കുടുംബമേ, സുഹൃത്തേ, മാതാവേ, നിന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട്. ഇന്ന് പകൽ മതത്തിന് നിന്നെ വേണ്ടെങ്കിൽ, പള്ളിക്കാർക്ക് നിന്നെ വേണ്ടെങ്കിൽ, സമുദായത്തിന് നിന്നെ വേണ്ടെങ്കിൽ, വീട്ടുകാർക്ക് നിന്നെ വേണ്ടെങ്കിൽ, ഭർത്താവിന് നിന്നെ വേണ്ടെങ്കിൽ, ഭാര്യയ്ക്ക് നിന്നെ വേണ്ടെങ്കിൽ, അപ്പന് നിന്നെ വേണ്ടെങ്കിൽ, അമ്മയ്ക്ക് നിന്നെ വേണ്ടെങ്കിൽ, സഹോദരങ്ങൾക്ക് നിന്നെ വേണ്ടെങ്കിൽ, കൂടപ്പറപ്പുകൾക്ക് നിന്നെ വേണ്ടെങ്കിൽ, കൂട്ടുകാർക്ക് നിന്നെ വേണ്ടെങ്കിൽ, ഇനി മരിച്ചാൽ മതി, ജീവിക്കണ്ട, ജീവിതം അവസാനിച്ചാൽ മതി എന്ന് ചിന്തിക്കുന്ന ആരെങ്കിലും എന്റെ ശബ്ദം ഇന്നു പകൽ കേൾക്കുന്നുണ്ടെങ്കിൽ, സ്നേഹിത, ഇന്നേക്ക് 2023 വർഷങ്ങൾക്ക് മുമ്പ് കാൽവറിയിൽ നിനക്ക് വേണ്ടി ജീവൻ പകർത്തു തന്ന ഒരു പ്രാണനാഥനായ ദൈവം ഇന്ന് പകൽ ഈ ദേശത്ത് കടന്നു വന്നിട്ടുണ്ട്. നിന്റെ ജീവിതം എത്ര തകർന്നതാണെങ്കിലോ, നിന്റെ കുടുംബം എത്ര തകർന്നതാണെങ്കിലോ, നിന്നെ ആർക്കും വേണ്ടെങ്കിലോ, ഇന്ന് പകൽ നിന്നെ സ്നേഹിക്കുന്ന, പ്രാണൻ പകുത്തു തന്നു സ്നേഹിക്കുന്ന, നിന്റെ ജീവിതം പച്ചപിടിപ്പിക്കുന്ന, ലോകത്തിൽ നിന്നെ ആരും സ്നേഹിക്കാതെ വണ്ണം അത്രത്തോളം സ്നേഹിക്കുന്ന ഒരു പ്രാണനാഥനായ ദൈവത്തെയാണ് ഞാൻ ഇന്ന് പകൽ പ്രസംഗിക്കുന്നത്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് നേരുള്ളവനായിട്ടാണ്. കള്ളക്കടത്തും കപടവും കരിഞ്ചന്തയും നടത്തുന്നവനായിട്ടല്ല, കൂടപ്പറപ്പുകളെ ഇറച്ചിക്കട്ടയിൽ വെച്ച് കൊത്തി നുറുക്കുന്നവനായിട്ടല്ല, പാപം ചെയ്യുന്നവനായിട്ടല്ല, നേരുള്ളവനായിട്ടാ ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുവാനിടയായി. പക്ഷേ അവരോ അനേക സൂത്രങ്ങളെ അന്വേഷിച്ചു വന്നു. ഇന്ന് കണ്ടില്ലേ, ഓരോ ദിവസവും അടുത്തവനെ എങ്ങനെ പറ്റിക്കാം, എങ്ങനെ വഞ്ചിക്കാം, എങ്ങനെ കൊല ചെയ്യാം, എങ്ങനെ ആ കുടുംബം തകർക്കാം, എങ്ങനെ ആ കുടുംബ ജീവിതത്തെ തകർക്കാം, എങ്ങനെ അവിടെ കുഞ്ഞിനെ തകർക്കാം എന്ന് പറഞ്ഞ് മനുഷ്യൻ ഓരോ ദിവസവും പദ്ധതികൾ, പ്ലാനുകൾ തയ്യാറാക്കി അവിടെ ജീവിതം നഷ്ടപ്പെടുത്തി നശിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോൾ, ഇന്നു പകൽ ദൈവം സൂത്രശാലികളുടെ ദൈവമല്ല, ദൈവം സത്യവാനായ ദൈവമാണ്, സാക്ഷാൽ സത്യവാനായ ദൈവമാണ്. എങ്ങനെയാ മനുഷ്യനിൽ മരണം കടന്നത്? ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് മരിക്കാൻ വേണ്ടിയല്ല. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് ചാകുവാനോ മരിക്കുവാനോ വേണ്ടിയല്ല. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് എന്നേക്കും ജീവിക്കുവാൻ വേണ്ടിയാ. എങ്ങനെയാ മനുഷ്യനിൽ മരണം പ്രവേശിച്ചത്? റോമാലേഖനം 5-ാം അധ്യായം 12-ാം വാക്യം നമ്മൾ വായിക്കുമ്പോ, അതുകൊണ്ട് ഏകമനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിലേക്ക് പ്രവേശിച്ചു. ഒരു മനുഷ്യനിൽ മരണം പ്രവേശിച്ചത് പാപം നിമിത്തമെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. സ്നേഹിത, പാപം പട്ടുമെത്ത തരത്തില്ല. പാപം നിനക്ക് പടുകുഴിയെ തരൂ. ഇന്ന് 5 രൂപയ്ക്ക് വാങ്ങിച്ച് ഉപയോഗിക്കുന്ന ലഹരി വസ്തുക്കൾ നാളെ നിന്നെ വല്ലാതെ വേദനിപ്പിക്കുന്ന, വേദനയുടെ ഉറവിടമാക്കി മാറ്റാൻ ഇടയായിത്തീരും. ഇന്നത്തെ സുഖങ്ങൾ നാളത്തെ സുഖമാകണമെന്നില്ല. ഇന്നത്തെ സന്തോഷം നാളത്തെ സന്തോഷമാകണമെന്നില്ല. ഭാര്യയെ പറ്റിച്ച്, ഭർത്താവിനെ വഞ്ചിച്ച് ജീവിതം സന്തോഷമായി കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന സുഹൃത്തേ, ഇന്ന് പകൽ ഞാൻ വിളിച്ചു പറയാം, നാളെ അത് മരണകരമായ അനുഭവത്തിലേക്ക് നിന്നെ എത്തിക്കും. നിന്നെ വല്ലാതെ വേദനയിലെത്തിക്കും. നിന്നെ ആർക്കും രക്ഷിക്കുവാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് ഇന്നത്തെ സന്തോഷം നാളത്തെ തീരാ ദുഃഖമായി മാറുമെന്ന ദൈവത്തിന്റെ വചനം പറയുന്നു. അതുകൊണ്ട് ഏകമനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിലേക്ക് പ്രവേശിച്ചു. മരണം മനുഷ്യനിലേക്ക് പ്രവേശിച്ചത് പാപം നിമിത്തമെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. പാപമാണ് ഒരു മനുഷ്യനെ പടുകുഴിയിലെത്തിക്കുന്നത്.
കോടീശ്വരനായി ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി ലഹരിക്ക് അടിമയായി കഴിഞ്ഞാൽ അടുത്ത നിമിഷങ്ങളിൽ അവന്റെ ജീവിതം തകരും, അവന്റെ കുടുംബ ജീവിതം തകരും, അവന്റെ ബിസിനസ് തകരും, അവന്റെ സമൂഹത്തിലുള്ള വിലയും നിലയും തകരും. അവസാനം ആർക്കും വേണ്ടാതെ ഒരു തെരുവ് പട്ടിയെ പോലെ ആയിത്തീരുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിത്തീരും. എത്രയോ ഉന്നതമായി ജീവിച്ചു കൊണ്ടിരുന്ന കുടുംബങ്ങൾ, എത്രയോ ഉയരങ്ങളിൽ നിന്ന കുടുംബങ്ങൾ ഇന്ന് പടുകുഴിക്ക് തുല്യമായി കിടക്കുന്ന അനുഭവങ്ങൾ എനിക്ക് എണ്ണി എണ്ണി പറയുവാൻ വേണ്ടി കഴിയും. അതുകൊണ്ട് ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിലേക്ക് പ്രവേശിച്ചു. മരണം മനുഷ്യനിലേക്ക് പ്രവേശിച്ചത് പാപം നിമിത്തമാണ്. റോമാലേഖനം 6-ാം അധ്യായം 23-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ പാപത്തിന്റെ ശമ്പളമാണ് മരണമെന്ന് ദൈവത്തിന്റെ വചനം വിളിച്ചു പറയുന്നു. ഇവിടെ ജോലിക്ക് കൂലിയുണ്ട്. രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ പൊടുവെയിലത്ത് കിടന്ന് ജോലി ചെയ്യുമ്പോൾ വൈകുന്നേരം ആ ജോലിക്ക് ശമ്പളമായി നമുക്ക് സാലറി കിട്ടും. അല്ലെങ്കിൽ ഒരു മാസം നമ്മുടെ കേരള ഗവൺമെന്റിനെ സേവിച്ചാൽ എല്ലാ മാസവും 1-ാം തീയതിക്കും 5-ാം തീയതിക്കും ഇടയിൽ നമ്മുടെ അക്കൗണ്ടുകളിൽ സാലറി ശമ്പളം വരും. കാരണം നമ്മൾ ജോലി ചെയ്തതിന്റെ കൂലിയാണ്. പകലന്തിയോളം ജോലി ചെയ്യുന്നവർക്കൊരു പ്രതീക്ഷയുണ്ട്, വൈകുന്നേരം എനിക്കൊരു ശമ്പളം കിട്ടും, സാലറി കിട്ടും. വൈകുന്നേരം വീട്ടിൽ അരി മേടിച്ചു കൊണ്ടുപോകുവാൻ, കുഞ്ഞുങ്ങൾക്ക് പാല് മേടിക്കുവാൻ, പലഹാരം മേടിക്കുവാൻ ശമ്പളം കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് അവർ ജോലി ചെയ്യുന്നത്. അവർ പൊരി വെയിലത്ത് കിടന്ന് കഷ്ടപ്പെടുന്നത്. അപ്പോ ഒരു മനുഷ്യൻ ശരീരത്തിൽ ഇരുന്ന് ചെയ്യുന്ന പാപത്തിനും ശമ്പളമുണ്ടെന്ന് റോമാലേഖനം 6-ാം അധ്യായം 23-ാം വാക്യം പറയുന്നു. പാപത്തിന്റെ ശമ്പളം മരണമാണ്. ഈ കാണുന്ന ജീവിതം പാപത്തിൽ രക്ഷിക്കുകയാണെങ്കിൽ ഒരു മരണം നമുക്ക് ഉറപ്പാണ് കേട്ടോ. പാപത്തിനൊരു ശമ്പളമുണ്ട്, അത് മരണമെന്ന് വേദപുസ്തകം വ്യക്തമായിട്ട് നമ്മളെ പഠിപ്പിക്കുകയാണ്. പാപത്തിന്റെ ശമ്പളമാണ് മരണം. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് മരിക്കാനല്ല. ദൈവം മനുഷ്യനെ മരണത്തിന് വേണ്ടി സൃഷ്ടിച്ചതല്ല, എന്നേക്കുമായി ദൈവത്തോടൊപ്പം സന്തോഷമായി കഴിയുവാൻ വേണ്ടിയായിരുന്നു ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. പക്ഷേ അവൻ പിശാചിന്റെ വാക്ക് കേട്ട് അവൻ പിശാചിന്റെ പുറകെ പോയി പാപം ചെയ്തപ്പോൾ അവന്റെ ജീവിതത്തിൽ പ്രവേശിച്ച ഒന്ന്, അവനെ അധികാരം പറഞ്ഞ ഒന്നാണ് മരണം എന്ന് പറയുന്ന സംഗതി. ഒരു സെക്കൻഡിൽ 6 പേർ വീതം വെച്ച് മരണം വഴിയായി മാറ്റപ്പെടുന്നു എന്നാണ് ഏകദേശ കണക്ക്. ഒരു മിനിറ്റിൽ 360 പേർ, ഒരു മണിക്കൂറിൽ 21,600 പേർ, ഒരു ദിവസം 5,18,400 പേർ മരണം വഴിയായി ലോകം വിട്ടു മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. സ്നേഹിത, അതിലൊരു വ്യക്തി നീ ആകാത്തത് നീ കഴിച്ച ആഹാരത്തിന്റെ ക്വാളിറ്റിയോ ക്വാണ്ടിറ്റിയോ കൊണ്ടല്ല. അതിലൊരു വ്യക്തിയാകാതിരുന്നത് നിന്റെ മസിൽ പവർ കൊണ്ടല്ല. അതിലൊരു വ്യക്തിയാകാതിരുന്നത് നിന്റെ കുടുംബ ശ്രേഷ്ഠതയല്ല. ഒരു സെക്കൻഡിൽ 6 പേർ വീതം വെച്ച് മരണം വഴിയായി മാറ്റപ്പെടുമ്പോൾ ഒരു ദിവസം 5,18,400 പേർ മരണം വഴിയായി ഈ ലോകം വിട്ട് മാറ്റപ്പെടുന്ന ലോകത്തിലാണ് ഞാനും നിങ്ങളുമായിരിക്കുന്നത്. ഈ 2024 ജനുവരി മാസം 1-ാം തീയതി മുതൽ ഇതാ ഡിസംബർ മാസം 7-ാം തീയതി അടുക്കുന്ന ഇന്നുവരെ നമ്മളെ ദൈവം കരുതിയില്ലേ? ഈ വർഷം നോക്കാമെങ്കിൽ എത്ര കോടിക്കണക്കിന് വ്യക്തികൾ മണ്ണോട് മണ്ണായി അമർന്നുപോയി. ഈ ഒരു വർഷം 2024 നമ്മുടെ വീട്ടിന്റെ അരികിൽ നിന്ന് എത്രയോ പേർ മരിച്ചുപോയി, എത്രയോ പേർ ആക്സിഡന്റിൽ പെട്ടു, എത്രയോ പേർ തൂങ്ങി മരിച്ചു, എത്രയോ പേർ സൂസൈഡ് ചെയ്തു, എത്രയോ പേർ ലോകം വിട്ടു മാറ്റപ്പെട്ടു. അതിലൊരു വ്യക്തി ഞാനും നിങ്ങളും ആകാമായിരുന്നു. പക്ഷെ തമ്പുരാന്റെ കൃപ, തമ്പുരാന്റെ സ്നേഹം, തമ്പുരാന്റെ കരുണ ഇല്ല. ഈ സന്ദേശം ഇന്ന് പകൽ നീ കേൾക്കാൻ വേണ്ടിയാണ് ദൈവം നിനക്കൊരായുസ് കൂടി തന്നത്. 2024 വിട്ടുപോകാൻ ഇനി ചില ദിവസങ്ങൾ കൂടെ മാത്രമേ ഉള്ളൂ. 2024 വിട്ടുപോകാൻ ഇനി കുറച്ച് ദിവസങ്ങൾ കൂടെ മാത്രമേ ഉള്ളൂ. ആ ദിവസത്തിനകത്ത് നമുക്ക് ഈ വർഷം പൂർത്തീകരിക്കാൻ കഴിയുമോ എന്ന് നമുക്കാർക്കും പറയുവാൻ വേണ്ടി കഴിയത്തില്ല. ഈ വർഷം പൂർത്തീകരിക്കാൻ സാധിക്കുമെന്ന് നമുക്കാർക്കും ഉറപ്പില്ല. 2024 പൂർത്തീകരിക്കുമെന്ന് ഈ പ്രസംഗിക്കുന്ന എനിക്കോ 2024 അവസാനം വരെ കണ്ടൊരു പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയുമെന്ന് ഈ എന്റെ കേൾവിക്കാരായ ആർക്കോ ഉറപ്പ് പറയാൻ കഴിയത്തില്ല. കാരണം ഒരു ദിവസം 5,18,400
1400 പേർ വീതം മരണം വഴിയായി ലോകം വിട്ടു മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുമ്പോ അതിലൊരു വ്യക്തി ഞാനും നിങ്ങളുമാകാം. കാരണം മരണത്തിന് പ്രായ വ്യത്യാസമില്ല. കുടിൽ തൊട്ട് കൊട്ടാരം വരെ മരണം പ്രവേശിക്കുന്നു. ആണെന്നോ പെണ്ണെന്നോ ജാതിയെന്നോ മതമെന്നോ ഒരു വ്യത്യാസമില്ലേ? കുറഞ്ഞവനെന്നോ കൂടിയവനെന്നോ ആണെന്നോ പെണ്ണമെന്നോ വെളുത്തവനെന്നോ കറുത്തവനെന്നോ പണക്കാരനെന്നോ പാവപ്പെട്ടവനെന്നോ വ്യത്യാസമില്ലാതെ മരണം സകലരെയും കാർന്നു പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്നേഹിത, കൊട്ടാരമായാലും വിട്ടേ മതിയാകൂ. കോട്ടയ്ക്കുള്ളിലും മൃത്യു കയറിച്ചെല്ലും. 10,000 നില പൊക്കിപ്പണിതാലും അതിനുള്ളിലും മൃത്യു കയറിച്ചെല്ലുമെന്ന് പാട്ടുകാരൻ വ്യക്തമായി പറയുന്നു. അതെ, മരണമെന്ന് പറയുന്ന യാഥാർത്ഥ്യം മനുഷ്യനെ പിടിക്കും ഇന്നല്ലെങ്കിൽ നാളെ. ഈ പ്രസംഗിക്കുന്ന ഞാനും എന്റെ കേൾവിക്കാരായ നിങ്ങളും ഒരു ദിവസം മരണമെന്ന യാഥാർത്ഥ്യത്തിൽ ഞാനും നിങ്ങളും അകപ്പെട്ടേ മതിയാകൂ. പക്ഷേ അതിനു മുൻപ് മരണമെന്ന യാഥാർത്ഥ്യം നമ്മളെ പിടിക്കുന്നതിനു മുമ്പ്, മരണമെന്ന യാഥാർത്ഥ്യത്തിൽ നമ്മൾ വീണു പോകുന്നതിനു മുമ്പ് ഒരു സത്യം നമ്മൾ തിരിച്ചറിയണം. മരണമില്ലാത്ത ഒന്ന് നമുക്ക് വേണ്ടി ദൈവം വച്ചിട്ടുണ്ട് കേട്ടോ. തമിഴ്നാട്, നമ്മുടെ അയൽ സംസ്ഥാനമായ തമിഴ്നാടിന്റെ മുഖ്യമന്ത്രിയായിരുന്നു ജയലളിത. മരണപ്പെട്ടുപോയി. തനിക്ക് 21,283 കിലോ സ്വർണം സ്വന്തമായിട്ടുണ്ടായിരുന്നു. 2,634 ഏക്കർ ഭൂമി തനിക്ക് സ്വന്തമായിട്ടുണ്ടായിരുന്നു. 100 കോടി രൂപ തനിക്ക് സ്വന്തമായി ബാങ്കിൽ ഉണ്ടായിരുന്നു. പക്ഷെ ഒരു സുപ്രഭാതത്തിൽ ഇതെല്ലാം ഇട്ടേച്ച് താൻ ഇവിടം വിട്ടു മാറ്റപ്പെട്ടു. സ്വർണ്ണപ്പെട്ടി അടക്കപ്പെട്ടാലും മരണത്തിന്റെ അപ്പുറം നമുക്ക് എഴുന്നേറ്റ് വരാൻ പറ്റത്തില്ല കേട്ടോ. 21,283 കിലോ സ്വർണ്ണാഭരണങ്ങൾ കയ്യിലുണ്ടായിരുന്ന ജയലളിതയും മരണപ്പെട്ടു. പലതിനെയും ജയിച്ചടക്കി വെട്ടിവീഴ്ത്തി കൊണ്ടുവന്ന ജയലളിത ഇന്ന് ലോകത്തിലില്ല, ഭൂമിയിലില്ല. ഒരു മനുഷ്യന്റെ ആയുസ് എന്ന് പറയുന്നത് 70 ഏറെയായ 80. അതിനപ്പുറം കഷ്ടമാണ്, ദുഃഖമാണ്, പ്രയാസമാണ്. അതുകൊണ്ടൊരു കാര്യം ഞാൻ പറയാം. യേശു ക്രിസ്തു പറഞ്ഞു, ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്നവൻ ഒരു നാളും മരിക്കുകയില്ല. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമെന്ന് പഠിപ്പിച്ച ഒരുവനുണ്ടെങ്കിൽ അത് ഞാൻ പ്രസംഗിക്കുന്ന യേശു ക്രിസ്തുവാണ്. എന്നെ കേൾക്കുന്ന സ്നേഹിത, മരണം യാഥാർത്ഥ്യമാണ്. അതുപോലെ തന്നെ മരണമില്ലാത്ത ജീവിതവും യാഥാർത്ഥ്യമാണ്. പേടിക്കണ്ട കേട്ടോ. ഇവിടത്തെ ഒരു 80 വർഷം കൊണ്ട് മരിച്ചു തീർന്നു, പിന്നെ ഒന്നും അറിയുന്നില്ലെന്ന് നീ പറയണ്ട. ഇതിനപ്പുറം ഒരു യാഥാർത്ഥ്യ ജീവിതമുണ്ട്. അതാ ജീവിതം. ഇവിടത്തെ ഒരു 70 വർഷത്തെ ജീവിതമല്ല യഥാർത്ഥ ജീവിതം. ഇതിനപ്പുറം ഒരു ജീവിതമുണ്ട് കേട്ടോ. അതാണ് ഒരു യഥാർത്ഥ ജീവിതം എന്ന് പറയുന്നത്. നീക്ക് 2023 വർഷങ്ങൾക്ക് മുമ്പ് ലോകത്തിന്റെ രക്ഷകനായ, പാപത്തിന്റെ വിമോചകനായ യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വരുവാനിടയായി. ഈ മാസം 25-ാം തീയതി അത് ആഘോഷിക്കുവാൻ വേണ്ടി ലോകാകമാനം എല്ലാവരും തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. മാനവകുലത്തിന്റെ രക്ഷകനായി, ലോകത്തിന്റെ രക്ഷകനായി യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് ഇന്നേക്ക് 2023 വർഷങ്ങൾക്ക് മുമ്പ് ആഗതനാകുവാനിടയായി തീർന്നു. ബത്ലഹേമിൽ ഒരു സാധുവായ കുടുംബത്തിൽ ഒരു പെൺകുട്ടിയുടെ അരികിൽ ഗബ്രിയേൽ മാലാഖ കടന്നു വന്നു. കൃപ ലഭിച്ചവളെ, നിനക്ക് വന്ദനം. നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവൾ. നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും. അവൻ യേശു എന്ന് പേർ വിളിക്കണം. കല്യാണം കഴിഞ്ഞിട്ടില്ല, വിവാഹ നിശ്ചയം മാത്രം നടന്നിരിക്കുന്ന പെൺകുട്ടി, പുരുഷനെ അറിയാത്ത പെൺകുട്ടിയോട് ഗബ്രിയേൽ മാലാഖ വന്നു പറയുകയാ, നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും. ഉടനെ സഡൻലി അവൾ ഒരു ചോദ്യം ചോദിച്ചു, ഞാൻ പുരുഷനെ അറിയായികയാൽ ഇത് എങ്ങനെ സംഭവിക്കും? അവളോട് പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. കേട്ടോ, യേശു ക്രിസ്തു വിശുദ്ധനാണ്. ലോകം മൊത്തം സാക്ഷീകരിച്ചു യേശു വിശുദ്ധനാണെന്ന്. ചരിത്രത്തെ
AD എന്നും BC എന്നും തരം തിരിച്ച് ചരിത്രത്തിന്റെ നടുവിലിറങ്ങിയ ഒരു വ്യക്തിയുണ്ടെങ്കിൽ അത് ഞാൻ പ്രസംഗിക്കുന്ന ക്രിസ്തു യേശുവാണ്. ക്രിസ്തു യേശു പാപികളെ രക്ഷിക്കുന്നു. ക്രിസ്തു യേശു രോഗികളെ സൗഖ്യമാക്കുന്നു. ക്രിസ്തു യേശു മരിച്ചവരെ ഉയർപ്പിക്കുന്നു. ക്രിസ്തു യേശു രാജാതി രാജാവായി വേഗം വരുന്നു. സ്നേഹിതാ, നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഈ പ്രഭാതം പകൽവേള ഒരുങ്ങിക്കൊള്ളുക. മരണത്തിനപ്പുറം ഒരു ചാൻസ് ഇല്ല. മരണത്തിനപ്പുറം ഒരു സാധ്യതയില്ല. മരിക്കുന്നതിന് മുമ്പ്, നിന്റെ പ്രാണൻ നഷ്ടപ്പെടുന്നതിന് മുമ്പ് ഇപ്പോഴാകുന്നു സുപ്രസാദകാലം. ഇപ്പോഴാകുന്നു രക്ഷാ ദിവസം. അതെ, ഇന്നു രാത്രി നിന്റെ പ്രാണനെ ക്രിസ്തു ചോദിച്ചാൽ, നിന്റെ പ്രാണനെ യേശു ചോദിച്ചാൽ, നീ സമ്പാദിച്ചു വച്ചത് ആർക്കാകൂ? നിന്റെ നിത്യത എവിടെ കഴിക്കൂ? സ്വർഗത്തിലോ നരകത്തിലോ? അതെ, ഇന്നു രാത്രി നിന്റെ പ്രാണനെ ദൈവം ചോദിച്ചാൽ, ഇന്നു രാത്രി നീ മരണത്തോട് കീഴടങ്ങിയാൽ, ഇന്നു രാത്രി നീ മരണത്തോട് മല്ലടിച്ച് ജീവിതം അവസാനിച്ചാൽ, നിന്റെ നിത്യത എവിടെ കഴിക്കൂ? അത് സ്വർഗത്തിലോ അത് നരകത്തിലോ? അതേ സ്നേഹിത, ഒരു കാര്യം ഞാൻ വ്യക്തമായി പറയാം. യേശു ക്രിസ്തു ലോകത്തെ രക്ഷിക്കുവാൻ വേണ്ടി വന്നു. എന്തിനാ യേശു ക്രിസ്തു ലോകത്തിൽ വന്നത്? ലോകത്തെ രക്ഷിപ്പാൻ, ശിക്ഷിപ്പാനല്ല, നശിപ്പാനല്ല. ലോകത്തെ രക്ഷിപ്പാൻ ഇവിടെ ഇറങ്ങി വന്ന ഒരുവനുണ്ടെങ്കിൽ അത് ഞാൻ പ്രസംഗിക്കുന്ന യേശു ക്രിസ്തുവാ. 1 തീമോഥെയോസിന്റെ ലേഖനം 1-ാം 15 വായിക്കുന്നു, ക്രിസ്തു യേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിലേക്ക് വന്നു എന്നുള്ളത്. എല്ലാവരും പാപികളെ നിഗ്രഹിക്കുവാൻ പലരും ഇറങ്ങി വന്നപ്പോ പാപികളെ രക്ഷിപ്പാൻ ഇറങ്ങി വന്ന ഒരുവനുണ്ട്. പാപികളെ രക്ഷിപ്പാൻ ലോകത്തിലേക്ക് അവതരിച്ച ഒരുവനുണ്ട്. പാപമില്ലാതെ പാപികൾക്ക് വേണ്ടി ജനിച്ച ഒരുവനുണ്ട്. അത് ഞാൻ പ്രസംഗിക്കുന്ന യേശു ക്രിസ്തു. യേശു ക്രിസ്തു പരിശുദ്ധനാണ്. യേശു ക്രിസ്തു വിശുദ്ധനാണ്. യേശു ക്രിസ്തു പാപമില്ലാത്തവനാണ്. യേശു ക്രിസ്തു പാപം ചെയ്യാത്തവനാണ്. യേശു ക്രിസ്തു പാപം അറിയാത്തവനാണ്. പാപമൊഴികെ നമുക്ക് തുല്യമായി സകലത്തിലും പരീക്ഷിക്കപ്പെട്ടവനാണ് ക്രിസ്തു യേശു. പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യമായ വചനം തന്നെ. അതെ, യേശു ക്രിസ്തു വന്നത് സ്വന്തം ജീവൻ തരുവാൻ. ഇവിടെ സകലതും അവതരിച്ചത് നമ്മുടെ ജീവൻ എടുക്കുവാനായിരുന്നപ്പോ, നമ്മുടെ ജീവൻ തരുവാൻ, സമൃദ്ധിയായി ജീവൻ തരുവാൻ നമ്മുടെ ഈ ഭൂമിയിലേക്ക് അവതരിച്ച ക്രിസ്തുവാ. പ്രിയ പൈതൽ പ്രസംഗിച്ചപ്പോ പറഞ്ഞൊരു വചനം, ആമേ, മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനും അല്ലാതെ കള്ളൻ വരുന്നില്ല, ഞാൻ നിങ്ങൾക്ക് ജീവൻ തരുവാനും സമൃദ്ധിയായി ജീവൻ തരുവാൻ യേശു ക്രിസ്തു വന്നു. സ്വന്തം ജീവൻ ബലിയർപ്പിച്ച് നമ്മളെ രക്ഷിപ്പാൻ ഈ ഭൂമിയിൽ വന്നത് അപ്പനല്ല, നമ്മുടെ അമ്മയല്ല, നമ്മുടെ സഹോദരങ്ങളല്ല, ബന്ധുക്കളല്ല, അച്ഛനല്ല, പാസ്റ്ററല്ല, ആരുമല്ല. നമുക്ക് വേണ്ടി ജീവൻ തരാൻ ഈ ഭൂമിയിൽ ഇറങ്ങി വന്ന ഒരുവനെ ഉള്ളത് യേശു ക്രിസ്തുവാണ്. നസ്രേനായ യേശു ക്രിസ്തു. സ്നേഹിത, സുഹൃത്തെ, സഹോദരി, മാതാവേ, കുഞ്ഞെ, ഇന്ന് പകൽ ഞാൻ ഈ സന്ദേശം കൈമാറുമ്പോ നിങ്ങളുടെ ജീവിതത്തിന് വിടുതലാകട്ടെ. നിന്നെ പ്രാണന തുല്യം സ്നേഹിക്കാമെന്ന് പറഞ്ഞ് നിന്നെ കല്യാണം കഴിപ്പിച്ച് വീട്ടിൽ കൊണ്ടുവന്നിട്ട് ഇന്ന് നിന്റെ ജീവൻ എടുക്കാൻ നിന്റെ പുറകെ നടക്കുമ്പോ, നിന്നെ കൊന്നേതെങ്കിലും കൊക്കയിൽ തള്ളുവാൻ വേണ്ടി നിന്റെ പുറകെ നടക്കുമ്പോ, നിന്റെ കുടുംബ ജീവിതം ഇന്ന് പകൽ ഒരു നരകതുല്യമായി കിടക്കുമ്പോ, നിന്റെ ജീവിതത്തിന്റെ താളം തെറ്റിക്കിടക്കുമ്പോ, നിന്റെ കുടുംബ ജീവിതം തകർന്നു കിടക്കുമ്പോ, ഇന്ന് പകൽ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കൂ. അവൻ നിന്റെ സകല വിഷയങ്ങൾക്കും പരിഹാരമാണ്. നിന്റെ തകർന്ന കുടുംബ ജീവിതത്തെ ഇന്ന് പകൽ പണിതു തരും. നിന്റെ കുഞ്ഞുങ്ങളുടെ വഴിപിഴച്ച ജീവിതത്തെ മാറ്റിത്തരും. നിന്റെ കുടുംബനാഥന്റേതായ ലഹരി ഉപയോഗം മാറ്റിത്തരും. നിന്റെ ജീവിതത്തിൽ ഒരു നല്ല അനുഭവം തരും. ഈ കർത്താവ് യേശുവിന് വേണ്ടി ഹൃദയം കൊടുക്കൂ. യേശുവേ, ഞാനൊരു പാപിയാണ്, യേശുവേ, എന്റെ ജീവിതത്തിൽ സമാധാനം തരണമേ എന്ന് ഇന്നു പകൽക്കാലം ആ ക്രിസ്തുവിനോട് പറയാൻ കഴിയുമോ? ക്രിസ്തു യേശു പാപികളെ രക്ഷിപ്പ്. നീതിമാന്മാരെ തേടിയല്ല, നല്ലവരെ തേടിയല്ല. ഇന്നു പകൽ യേശു ക്രിസ്തു വന്നത് പാപികളെ രക്ഷിപ്പാനാണ്. അതെ, പാപികളെ പാപികളെ തേടി വന്ന യേശു രക്ഷകൻ. പാപികളെ തേടി വന്ന യേശു രക്ഷകൻ. പാട്ടുകാരൻ പറയുന്നു, പാപികളെ തേടി വന്ന യേശു രക്ഷകൻ എന്നാണ്. യേശു രക്ഷകൻ ഈ ഭൂമിയിൽ വന്നത് പാപികളെ രക്ഷിപ്പാനാണ്. നിന്റെ കുടുംബത്തെ ശരിയാക്കാനാണ്. നിന്റെ കുഞ്ഞുങ്ങൾക്കൊരു നല്ല ഭാവി തരാൻ വേണ്ടിയാണ്. അതെ, മദ്യം വേണ്ട, മയക്കുമരുന്ന് വേണ്ട, വ്യഭിചാരം വേണ്ട, കരിഞ്ചന്ത വേണ്ട, കള്ളക്കടത്ത് വേണ്ട, വഞ്ചന വേണ്ട, ചതി വേണ്ട.
ആരെയും ദ്രോഹിക്കണ്ട. ഒരു നല്ല ജീവിതം നയിപ്പാൻ നിങ്ങൾക്ക് കഴിയുമോ? യേശുക്രിസ്തു പാപികളെ രക്ഷിപ്പാൻ നീക്ക് 2023 വർഷങ്ങൾക്ക് മുമ്പ് ഭൂലോകത്തിന്റെ മധ്യഭാഗമായ പാലസ്തീന്റെ പച്ചമണ്ണിൽ യേശുക്രിസ്തു അവതരിച്ചു. 33.5 തിരുവയസ്സ് വരെ ജീവിച്ചു. പാപമറിയാത്തവൻ, പാപം ചെയ്യാത്തവൻ, പാപമില്ലാത്തവൻ പാപികളോടൊപ്പം ക്രൂശിതനായി 5 കോടതികളിൽ 7 പ്രാവശ്യം യേശുവിനെ വിസ്തരിച്ചു. 5 കോടതികളിൽ 7 പ്രാവശ്യം വിസ്തരിച്ചു. പാപം ഇല്ല. പീലാത്തോസ് പറഞ്ഞു, ഇവനിൽ ഞാൻ ഒരു കുറ്റവും കാണുന്നില്ല. പീലാത്തോസിന്റെ ഭാര്യ പറഞ്ഞു, ആ നീതിമാന്റെ കാര്യത്തിൽ നീ ഇടപെടരുത്. സദാധിപൻ പറഞ്ഞു, പടയാളികൾ പറഞ്ഞു, അതെ, പലരും പറഞ്ഞു അവൻ നീതിമാൻ, നീതിമാൻ, നീതിമാൻ. കോടതികൾ പറഞ്ഞു നീതിമാൻ, കൂടെയുള്ളവർ പറഞ്ഞു നീതിമാൻ, ഗവർണർ പറഞ്ഞു നീതിമാൻ, ഗവർണറുടെ ഭാര്യ പറഞ്ഞു നീതിമാൻ. പക്ഷെ യേശുവിനെ ലോകം വെറുതെ വിട്ടില്ല. പാപം ചെയ്യാത്തവൻ, പാപം അറിയാത്തവൻ, പാപമില്ലാത്തവൻ പാപികൾക്കു വേണ്ടി മരിച്ചു. 2 കള്ളന്മാരുടെ നടുവിൽ 3 ആണിമേൽ ആകാശത്തിനും ഭൂമിക്കും മധ്യേ ക്രൂശിതനായി. അതേ സ്നേഹിത, പുറമെല്ലാം ഉഴവ് ചാലുപോലെ അടിച്ചു കീറി, കൈകാലുകളിൽ ആണിയടിച്ചു, മുഖം വിരൂപമാക്കി, റോമൻ നാണയങ്ങൾ ചേർത്ത് വെച്ച് മുഖത്തെ രോമങ്ങൾ പിന്നിയെടുത്തു. കണ്ണുകെട്ടി കന്നത്തടിച്ചിട്ട് ചോദിച്ചു, ഹേ പ്രവാചക, നിന്നെ അടിച്ചതാര്? അതേ വിലാപ്പുറം കുത്തി തുറന്നു, കൈകളിൽ ആണിയടിച്ചു, തലയിൽ മുൾക്കിരീടം വെച്ചു. കുറേ 40 അടികൾ ആ ശരീരത്തിലേറ്റു. ഒരു കാള ഉഴുതു മറിക്കുന്നത് പോലെ യേശുവിന്റെ പുറമെല്ലാം ഉഴുതു മറിച്ചു. രക്തം മാർന്നൊഴുകി. ഒരു യൗവനക്കാരൻ 33.5 വയസ്സുള്ള ചുടുചോര ചെന്തുന്ന ചോരത്തിളപ്പുള്ള പ്രായത്തിൽ ചോര ചീറ്റി ഒഴുകി. അവസാനത്തുള്ളി രക്തം വരെയും ലോകത്തിനു വേണ്ടി, പാപികൾക്ക് വേണ്ടി, എനിക്ക് വേണ്ടി, അതെ നിനക്കു വേണ്ടി. ഈ മെസ്സേജ് കേൾക്കുന്ന സ്നേഹിത, നിനക്കു വേണ്ടി, സഹോദരി നിനക്കു വേണ്ടി, കുഞ്ഞെ നിനക്കു വേണ്ടി, മാതാവേ നിനക്കു വേണ്ടി, പിതാവേ നിനക്കു വേണ്ടി, ഈ ദേശമേ നിങ്ങൾക്കു വേണ്ടി യേശു മരിച്ചു. നിന്റെ പിതാവ് നിനക്ക് വേണ്ടി മരിക്കാൻ തയ്യാറാകില്ല. മാതാവ് നിനക്ക് വേണ്ടി മരിക്കാൻ തയ്യാറാകില്ല. സഭയിൽ പള്ളിയിലെ ആരും നിനക്ക് വേണ്ടി മരിക്കാൻ തയ്യാറില്ല. എന്നാൽ ഒരു ബന്ധവുമില്ലാത്ത യേശു ക്രിസ്തു നിനക്ക് വേണ്ടി മരിച്ചു. ഇന്ന് ആരും ആർക്കും വേണ്ടി മരിക്കാൻ തയ്യാറാകില്ല. പകരക്കാരായി ആരും നിൽക്കത്തില്ല. പക്ഷെ യേശു ക്രിസ്തു നിനക്ക് വേണ്ടി മരിച്ചു. ഇന്നു പകൽ ക്രിസ്തു യേശു നമുക്ക് വേണ്ടി മരിച്ചു, എനിക്ക് വേണ്ടി മരിച്ചു, നിനക്ക് വേണ്ടി മരിച്ചു, നിന്റെ കുഞ്ഞിന് വേണ്ടി മരിച്ചു, നിന്റെ കുടുംബനാഥന് വേണ്ടി മരിച്ചു, നിന്റെ ബന്ധുക്കൾക്ക് വേണ്ടി മരിച്ചു, നിനക്ക് വേണ്ടി മരിച്ചു. യേശു ക്രിസ്തു നിനക്ക് വേണ്ടി മരിക്കുവാനിടയായി. ആ ക്രിസ്തു യേശുവിന്റെ മരണമാണ് നമ്മൾ ഇതുവരെ എത്തിച്ചത്. അതേ, മരണം കൊണ്ട് തീർന്നില്ല കേട്ടോ. കല്ലറയിൽ അടക്കി യേശു അവസാനിച്ചെന്ന് ലോകം വിധി എഴുതി. എന്നാൽ യേശു ക്രിസ്തു കല്ലറയെ പൊട്ടിച്ചുകൊണ്ട് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ്. ഏ മരണമേ, നിന്റെ ജയം എവിടെ? ഏ മരണമേ, നിന്റെ വിഷമുള്ളവിടെ എന്ന് വിളിച്ചു ചോദിച്ച് മരണത്തെയും പാതാളത്തെയും തോൽപ്പിച്ചുകൊണ്ട് യേശു ക്രിസ്തു ഉയർത്തെഴുന്നേൽക്കുവാനിടയായി. യേശു ക്രിസ്തു ഉയർത്തു ജീവിക്കുന്നു, പരലോകത്തിൽ ജീവിക്കുന്നു, ലോകത്തിൽ ഇനി വേഗം വരും രാജരാജനായി വാണിടുവാൻ. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ്. അതെ, യേശു ക്രിസ്തു പാപികൾക്ക് വേണ്ടി മരിച്ചു. യേശു ക്രിസ്തു രോഗികൾക്ക് വേണ്ടി മരിച്ചു. യേശു ക്രിസ്തു ശാപത്തിൽ കിടക്കുന്ന സ്നേഹിത, നിനക്കും വേണ്ടി യേശു മരിച്ചു കേട്ടോ. ഇന്നു പകൽ ആ ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിക്കുമോ? ആ ക്രിസ്തുവിന് വേണ്ടി ജീവിതം കൊടുക്കുമോ? യേശുവേ, ഞാനൊരു പാപിയാണ്, എന്റെ പാപങ്ങൾക്ക് വേണ്ടി അങ്ങ് മരിച്ചല്ലോ, എന്റെ ശാപങ്ങൾക്ക് വേണ്ടി അങ്ങ് മരിച്ചല്ലോ. ഗലാത്യ ലേഖനം 3:13 മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവനെന്ന് എഴുതിയിരിക്കുന്നത് പോലെ ക്രിസ്തു യേശു ഒരു ശാപമായി തീർന്നു. ആ ക്രിസ്തു യേശുവിലൂടെയുള്ള നിത്യ സമാധാനം, നിത്യ സന്തോഷം ഇന്നു പകൽ എത്ര പേര് പ്രാപിക്കും? യേശു ക്രിസ്തു ലോകത്തിന്റെ രക്ഷകനാണ്. യേശു ക്രിസ്തു ഒരു മത നേതാവല്ല. യേശു ക്രിസ്തു ഒരു കൂട്ടരുടെ ദൈവമല്ല, ലോകത്തിന്റെ ദൈവമാണ്, ലോകത്തിന്റെ രക്ഷകനാണ്, ലോകത്തിന്റെ വെളിച്ചമാണ്, ലോകത്തിന്റെ രക്ഷകനാണ്. ആ ക്രിസ്തുവിന് വേണ്ടി യേശു ക്രിസ്തു ഒരിക്കലായി ഈ ഭൂമിയിൽ വന്നു.
പാപികൾക്ക് വേണ്ടി മരിക്കാൻ. ഇനി വരാൻ പോകുന്നത് മരിക്കാനല്ല, ഭരിക്കാനാണ്. മരിക്കാൻ യേശു ക്രിസ്തു ഒരിക്കലായി വന്നു. ഇനി യേശു അധിക താമസവിനാ വരാൻ പോകുന്നു. ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോയി. സ്ഥലമൊരുക്കിയാൽ നിങ്ങളെയും ഞാൻ ഇരിക്കുന്നിടത്ത് ഇരുത്തേണ്ടതിന് വീണ്ടും മടങ്ങി വരും. വീണ്ടും മടങ്ങി വരാമെന്ന് പറഞ്ഞത് മഹാത്മാഗാന്ധി അല്ല. വീണ്ടും മടങ്ങി വരാമെന്ന് പറഞ്ഞത് ലോകത്തിലെ ഏതെങ്കിലും ഒരു നേതാവല്ല. മടങ്ങി വരാമെന്ന് പറഞ്ഞ ഒരുവനേ ഉള്ളൂ. അത് ഞാൻ പ്രസംഗിക്കുന്ന യേശു ക്രിസ്തുവാണ്. ആ ക്രിസ്തുവിന് വേണ്ടി ഹൃദയം കൊടുക്കുമോ? നോക്കുന്നു